പക്ഷെ എനിക്ക് രാവിലെയും കിട്ടണ്ട്. രാവിലെ 14 കിട്ടിക്കൊണ്ടുന്ന പശുവിന് വൈകിട്ടും കിട്ടി 14 കിട്ടണ്ടായിരുന്നു. എൻ്റെ 3 പശുക്കൾക്ക് അതേ ലെവലിലായിരുന്നു പാല്. നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മാറമ്പള്ളി MES കോളേജിന്റെ അടുത്ത് മുഹമ്മദ് ഇക്കയുടെ പശുത്തൊഴുത്തിലാണ്. ഇവിടെ 2 കറപ്പശുക്കളും അതിന്റെ കുട്ടികളുമാണുള്ളത്. ഇവിടുത്തെ പശു വളർത്തലിന്റെ പ്രത്യേകത ഇവിടുത്തെ പശുക്കൾക്ക് കാലത്ത് കിട്ടുന്ന പാലിന്റെ അതേ അളവിൽ തന്നെ വൈകുന്നേരവും പാൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്ന മുഹമ്മദ് ഇക്കയുടെ പശു വളർത്തലായി. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മുഹമ്മദ് ഇക്കയുടെ ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നിട്ട് ഇക്ക എത്ര നാളായി? 10 വർഷമായി. 10 വർഷമായി. എങ്ങനെയാണ് ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വരാനുള്ള സാഹചര്യം? ഗൾഫ് കഴിഞ്ഞ് ഒരു ഗൾഫിലായിരുന്നു. 28 വർഷം ഗൾഫായിരുന്നു. 28 വർഷം ഗൾഫിലായിരുന്നു. അതെല്ലാം മതിയാക്കി ഇവിടെ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഒരു കാരണം ഉണ്ടാവും? കാരണം എനിക്ക് ചെറുപ്പം മുതലേ ഇത് താല്പര്യമുള്ള ഒരു സംഭവമായിരുന്നു. എൻ്റെ വാപ്പായും ഉമ്മയൊക്കെ ആയിട്ട് പശുക്കളുണ്ടായിരുന്നു, കൃഷിക്കാരായിരുന്നു. ഇവിടെ വന്ന് എരുമ, പശു, പോത്ത് എല്ലാം ഉണ്ടായിരുന്നു. കൃഷി മേഖലയായിരുന്നു മെയിനായിട്ട്. പിന്നെ ഗൾഫിൽ പോയി. അത് കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് ഇങ്ങനെ പശു കിടാക്കളെ ഓരോന്ന് വാങ്ങിച്ച് ഇങ്ങനെ വളർത്തി അതിങ്ങനെ പ്രസവിച്ച് അങ്ങനെ 6 വരെ ഉണ്ടായിരുന്നു ഇവിടെ. ഗൾഫിൽ തിരിച്ചു വരുമ്പോ ഇവിടെ പശു ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഞാൻ കിടാവിനെ വാങ്ങിച്ചിട്ട് അപ്പൊ എന്റെ അനിയന്റെ ഉണ്ടായിരുന്നു, അനിയന്റെ അടുത്തുണ്ടായിരുന്നു. അനിയന് ഒരു കിടാവിനെ വളർത്തി അതിനെ പ്രസവിച്ച് അവനെ കൊണ്ടുവരുന്നു. അതിനുശേഷം അതും ഞാൻ തന്നെയാണ് പരിചരിച്ചുകൊണ്ടിരുന്നത്. കാരണം അവര് ഇച്ചിരി ഇത് കുറവായിരുന്നതില്. പിന്നെ ഞാൻ തന്നെയാണ് എല്ലാ കാര്യവും കറക്കാനും പിടിക്കാനും എല്ലാം ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഈ കിടാവിന് അനിയന് നമ്മുടെ സുഹൃത്ത് സുഖമില്ലാണ്ട് വന്നപ്പോ അയാൾ വളർത്തിയിട്ട് നിന്നാണ്. അപ്പൊ കുത്തിവെക്കാറിന്റെ പരിവായതായിരുന്നു, ആയതാണ്. അങ്ങനെയുള്ള കിടാക്കളായിരുന്നു. അങ്ങനെ അയാള് ഈ നമുക്ക് തന്നത് ഒരെണ്ണത്തിന് തന്നു. അതിൽ നിന്ന് പിന്നെ ഓരോന്നോരോന്ന് അതിന്റെ കിടാവ്, പിന്നെ അത് കൂടാതെ വേറെ അങ്ങനെ ആ കിടാക്കൾ വലുതായി അതിനെ കുത്തിവെച്ച് വീണ്ടും അങ്ങനെ പശുക്കളായതാണ്. ഞാന് ഇവിടെ 6 ഉണ്ടായിരുന്നു. ഇപ്പൊ 1 ഉണ്ട്. ഇപ്പൊ ഒരു പശു 2 ഉണ്ട്. ഒന്ന് കുത്തിവെച്ചേക്കണം, ആദ്യത്തെയാണ്. പിന്നെ ഒരു ചെറിയ കിടാവിനെ വളർത്തിക്കൊണ്ടിരിക്കണം. അതൊരു 1.5 വയസ്സ് ആവാറായി. അപ്പൊ നല്ല ഇനം കിട്ടിയാൽ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ട് അതിനെ അങ്ങനെ പരിചരിക്കും. ഇവിടെ മുഹമ്മദ് ഇക്കയുടെ അഭിപ്രായത്തിൽ സ്വന്തം ഫാമിലെ പശുക്കുട്ടികളാണ് നല്ലത്. അതിന് കാരണമായി ഇദ്ദേഹം പറയുന്നത് ക്ഷീരമേഖലയിൽ ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ്. അത് കന്നുകുട്ടി പരിപാലന രീതിയിൽ ഗവൺമെന്റിൽ നിന്നുള്ളൊരു സബ്സിഡി കാലിത്തീറ്റ ഉണ്ടായിരുന്നു, ഗ്രാമസഭയുടെ കീഴിലുള്ള. അപ്പോൾ അത് കിട്ടി തുടങ്ങി. അപ്പോൾ അത് കിട്ടിയപ്പോൾ കിടാക്കളെ വളർത്തി ഓരോ വർഷം ഉണ്ടാവാറുന്നു. ഒരു 18 മാസം വരെ 18 മാസം വരെയൊക്കെ കിട്ടുമായിരുന്നു തീറ്റ. അപ്പോൾ അങ്ങനെ ഓരോ കിടാക്കൾ ഇതായി വരുമ്പോൾ ചെറിയ കിടാവിനെ വേറെ വാങ്ങിക്കും. വീണ്ടും അടുത്ത പ്രാവശ്യം തീറ്റയിൽ അതിനെ ഉൾപ്പെടുത്തും. ആ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ തീറ്റ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നു. ഗവൺമെൻറ് സബ്സിഡി ഉണ്ടായിരുന്നു. പിന്നെ ഈ പോത്തുണ്ടായിരുന്നു, കാള. ഇല്ല, അത് മാത്രമാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കിടാക്കളെ കിട്ടും. നല്ല ഇനം കിട്ടുമ്പോൾ പാലുള്ള വർഗ്ഗമാണെന്ന് തോന്നിയാൽ അതിനെ ഞാൻ വളർത്തും. പാലുള്ള ഇനം കണ്ടാൽ അറിയാം. ചില കിടാക്കളെ കണ്ടു കഴിഞ്ഞാലല്ലേ. എച്ചപ്പിനെ ഞാൻ വാങ്ങിക്കാറില്ല. എച്ചപ്പ് പാല് തീരെ നൈസാണ്, കട്ടി കുറവായി. പിന്നെ അതൊക്കെ കട്ടി ആവണമെങ്കിൽ കുറച്ച് കഴിയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-20 ദിവസം 22 ദിവസം കഴിഞ്ഞാൽ പാല് കട്ടിയായിക്കോളും. ആദ്യത്തെ പ്രസവം ആവുകൊണ്ടാണ്. അല്ലാത്തതൊന്നും കുഴപ്പമുണ്ടാവില്ല. അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു 15 ദിവസം വരെ ഏതായാലും പാലിന് കട്ടി കുറവായിരിക്കും. ഞാൻ ചൂടാണെങ്കിലും ഇത് പാടത്തുകൊണ്ടുപോയി കെട്ടി അതിനൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത്. പുറത്തു കൊണ്ടുപോകാറുണ്ട്. എന്നാലും ഞാൻ വെയിലാവുമ്പോൾ തണലിൽ കെട്ടി ഉച്ചയാകുമ്പോൾ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടും. ഇതിപ്പോൾ അതിനെ രാവിലെ കൊണ്ടുപോയി അവിടെ കെട്ടാണ്. അത് തിന്ന് തീറ്റ കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോൾ കൊണ്ടുവന്ന് കുളിപ്പിച്ച് പിന്നെ കറന്ന് വീണ്ടും കൊണ്ടുപോയി കെട്ടി. അപ്പോൾ ഒരു കുറച്ച് തീറ്റയിലൊരു ഇളവ് കിട്ടും. പുല്ല് തിന്നോളൂ. പിന്നെ വൈകിട്ട് ഇവിടെ ആരുമ്പോൾ വയ്ക്കോളൂ കുറച്ച് കൊടുക്കും. ഇദ്ദേഹം ഇവിടെ പശുക്കൾക്ക് തീറ്റയ്ക്കൊപ്പം 2 നേരം കാൽസ്യവും ലിവർ ടോണിക്കും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നത് മൂലം കാലത്ത് കിട്ടുന്ന പാലിന്റെ അതേ അളവ് വൈകുന്നേരവും കിട്ടും. തീറ്റ KS സുപ്രീം, പിന്നെ
തവിട് കൊടുക്കാറുണ്ട്, തവിട് കൂടി കൊടുക്കും, ലക്ഷം കഞ്ഞി കൊടുക്കും. അപ്പോൾ കേസ് എന്തോരം കൊടുക്കും? കേസ് ഞാനൊരു തൂക്കം നോക്കലില്ല, ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്തിട്ട്, എന്നാലും ആവറേജ് ഒരു നേരം ഒരു 4 കിലോ 5 കിലോൻ്റെ അടുത്ത് വരണുണ്ട്. ഒരു നേരം 4 കിലോത്തിൽ കുറയാനില്ല. പൊടിത്തവിട് ഒരു 1 കിലോ 1.5 കിലോ ഒക്കെ ഇടുള്ളൂ. പൊടി അല്ലെങ്കിൽ പോള ഇടും. പാലനുസരിച്ച് ഞാൻ തീറ്റ അതിനെ കുറച്ച് കൂട്ടി കൊടുക്കാറ്. പിന്നെ ഞാൻ നട്ടുപിടിപ്പിച്ച പുല്ലുണ്ടായി, മറ്റേ പുല്ലുണ്ടായിരുന്നു, അത് കൊടുക്കണ്ടായി. പിന്നെ മറ്റ് നമ്മുടെ കാൽസ്യം അങ്ങനെയുള്ള എന്തെങ്കിലും? കാൽസ്യം ഞാൻ ഓസ്റ്റോവിറ്റ അത് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കും. ഇതല്ലേ? ആ, എന്നും കൊടുക്കും? ആ, എന്നും ഡെയിലി 50 മില്ലി രാവിലെയും കൊടുക്കും, വൈകിട്ടും കൊടുക്കും. 50 മില്ലി. ആ, 50 മില്ലി. പിന്നെ വേറെ എന്തൊക്കെയാ കൊടുക്കണേ നമ്മുടെ ശരീരം? അത് ഇത് മറ്റേ ലിവർ ടോണിക്. ആ, ഇത് ശരീരം അത് ഞാൻ ഒരു 30 മില്ലി. അപ്പോൾ നല്ല ഭക്ഷണം എടുത്ത് കഴിക്കും, നല്ല വിശപ്പുണ്ടാവും, ഭക്ഷണമൊക്കെ ശരി കഴിക്കും. ശരീരം നന്നാൻ വേണ്ടി മാത്രമാണോ? ആ, അത് ക്ഷീണം ഉണ്ടാവില്ല. പക്ഷേ ഈ കറക്കുന്ന പശുക്കളൊക്കെ ആകുമ്പോൾ കൊടുക്കാറുണ്ട് ഞാൻ. പിന്നെ കുട്ടികൾക്കും കൊടുക്കും ഞാനിത്. ഇത് ഞാൻ ചെറിയൊരു 5 ml ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, വെള്ളത്തിൽ വെച്ച് കൊടുക്കും. ആടിനും കൊടുക്കും. 2 നേരമാണോ? ഒരു നേരം കൊടുക്കുള്ളൂ. അത് 2 നേരം കൊടുക്കില്ല, അത് 1 നേരം കൊടുക്കും. ഈ ഓസ്റ്റോവിറ്റ 2 നേരം കൊടുക്കും. അത് 50 മില്ലി. ഈ കാൽസ്യം കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? കാൽസ്യം കൊടുക്കുന്നതുകൊണ്ട് പാല് കിട്ടുന്ന പാല് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതാ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. ഞാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ചെയ്യാറ്, എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അഭിപ്രായം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നിങ്ങൾ കാൽസ്യം കണ്ടിന്യൂ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേമാതിരി പാല് കിട്ടും. 10 ലിറ്റർ പാലുള്ള പശു അതേ ലെവലിൽ കിട്ടും? അതേ ലെവലിൽ കിട്ടും. എനിക്ക് രാവിലെ വൈകിട്ട് അപ്പോൾ എൻ്റെ ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ വെളുപ്പിന് 4 മണിക്ക് കറന്നാൽ പിന്നെ ചിലപ്പോഴൊക്കെ പിന്നെ 3 മണിക്ക് ശേഷമൊക്കെ വൈകിട്ട് കറക്കാറുമായിരുന്നു. അത്രയും ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ആ പാല് കൂടുതൽ വന്നതെന്ന്. മറ്റൊരായിട്ടും പലരായിട്ടും ആ വിഷയത്തിൽ ഒരു തർക്കം വന്നാൽ അത്രയും കിട്ടൂല. രാവിലെ 10 കിട്ടുകയാണെങ്കിൽ പിന്നെ വൈകിട്ട് 7 കിട്ടുള്ളൂ, ചിലർ 5 കിട്ടുള്ളൂ എന്നുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്, അപ്പം എൻ്റെ കറക്കുന്ന ടൈം ഇതേമാതിരിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള മാറ്റമായിരിക്കാം. പക്ഷെ എനിക്ക് രാവിലെ കിട്ടുന്നുണ്ട്. രാവിലെ 14 കിട്ടിക്കൊണ്ടുന്ന പശുവിന് വൈകിട്ടും കിട്ടി 14 കിട്ടണ്ടായിരുന്നു. എൻ്റെ 3 പശുക്കൾക്ക് അതേ ലെവലിലായിരുന്നു പാല്. ചിലർ ഈ 4 മണിക്ക് കറന്നാൽ ചിലപ്പോൾ 12 മണിക്ക് 12:30 1 മണിക്ക് മുമ്പൊക്കെ കറക്കുമ്പോൾ പാലിൻ്റെ ഇത് കുറയും, പാല് ഉൽപ്പാദനം കുറയും. ടൈം കിട്ടുമ്പോൾ അതുങ്ങൾക്ക് പാല് ഉൽപ്പാദിപ്പിക്കാനുള്ള സമയമുണ്ട്. പാലിപ്പോൾ ഞാൻ അതനുസരിച്ച് തീറ്റ കൂട്ടി കൊടുക്കും. ഞാനൊരു ആവറേജ് 4 കിലോ 5 കിലോ ഒക്കെ കൊടുക്കാറുണ്ട് ഒരു നേരം. പിന്നെ 3 നേരം കൊടുക്കുമ്പോൾ ഞാൻ ആ ഒരു നേരത്തിൽ അല്പം എന്തെങ്കിലുമൊക്കെ ഒരു 2 കിലോ ഒക്കെ ഇട്ട് കൊടുക്കുള്ളൂ. 3ാമത്തെ ടൈം 2 ടൈമും കറക്റ്റായിട്ട് വെള്ളം കൊടുക്കും. 3ാമത് കൊടുക്കുമ്പോൾ തന്നെ അത് വൈകിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കും. അതിൻ്റെ കൂടെ വെച്ച് 2 കിലോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് തവിടും ഇതും കൂടി ഇട്ട് വെറുതെ കൊടുക്കുള്ളൂ. ഞാൻ 3 നേരം വെള്ളം കൊടുക്കലുണ്ടായി അന്ന്. ആദ്യ സമയത്ത് കൊടുക്കണില്ല. എനിക്ക് പാല് കൂടുതലുള്ള പശുവിന് ഞാൻ അങ്ങനെ തീറ്റ കൊടുക്കലുണ്ടായി. നമ്മുടെ ലാഭം നോക്കാതെ? ലാഭം നോക്കിയിട്ടല്ല. ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്താൽ അത് ഗുണം കിട്ടാറുണ്ടായി എനിക്ക്. അതുകൊണ്ട് ഞാൻ കൊടുത്തോണ്ടിരുന്നു. എനിക്ക് പാലത്തരം കിട്ടണ്ടായി. ഇവിടെ 2 പശുക്കൾ മാത്രമേ ഉള്ളൂ എങ്കിലും നല്ല രീതിയിൽ പാലുൽപാദനവും അതിന്റെ വിൽപ്പനയും ഉണ്ട്. എനിക്ക് നേരത്തെ ഒരു 30-40 ലിറ്ററൊക്കെ പാലുണ്ടായിരുന്നു. 4 കറക്കുമ്പോൾ ഒരു 40 ലിറ്റർ 50 ലിറ്ററിൻ്റെ ഒക്കെ അടുത്ത് പാലുണ്ടായിരുന്നു. പിന്നെ അതിൽ കറവ എല്ലാനും ഒരേ ടൈമിലാവില്ല. കാരണം ചിലത് ഒരെണ്ണം ചെനയിൽ നിൽക്കുമ്പോൾ ഒരെണ്ണം പ്രസവിച്ചാൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പാലിൻ്റെ കുറവ് വന്നേക്കണത്. എല്ലാനും ഒരേ ടൈമിൽ കറന്നുകൊണ്ടിരുന്നതല്ല. മാക്സിമം ഒരു 40 ലിറ്റർ കുറയാണ്ട് എങ്ങനെയായാലും പാലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയറിയിൽ കൊടുക്കാറുണ്ടായില്ല. ഞാൻ ചില്ലറ വിൽപ്പന, അല്ലെങ്കിൽ എനിക്ക് മുതലാവില്ല. ഡയറിയിൽ കൊടുക്കാമെന്നാണ് ആ ടൈമിന് കൊണ്ടുപോയി കൊടുക്കാൻ. അവർ ഡയറിക്കാർ എന്നോട് ആവശ്യപ്പെട്ട് പാല് കുറച്ചൊന്ന് അളക്ക് എന്ന് പറയാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഹോട്ടലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കടയിലേക്ക് കുറച്ച് പാല് കടയിലേക്ക് കൊണ്ടുപോകും. ബാക്കി ഇവിടെ വീടുകളിൽ സെയിൽ ചെയ്യും. ഇപ്പം അന്ന് കഴിഞ്ഞ കൊല്ലത്തിലൊക്കെ ഞാൻ 65 രൂപ റേറ്റിനാണ് പാല് വിറ്റുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം തീറ്റയ്ക്ക് വില കൂടിയപ്പോൾ ഞാൻ അത് 70 ആക്കി. അല്ല 70 ഇപ്പോൾ ഈ സ്വന്തം 2-3 പശുവൊക്കെ വളർത്താണെങ്കിൽ ഒരു കുടുംബം കഴിഞ്ഞാളൊക്കെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കിട്ടും. തീറ്റയ്ക്ക് വില കൂടുതലാണെങ്കിലും പാല് വേണം, എന്നാലേ ഉള്ളൂ. പാല് കുറഞ്ഞ പശു മാക്സിമം ഒരു 10 ലിറ്റർ കുറയാണ്ടുള്ള പാലുണ്ടെങ്കിലുള്ളൂ മുതലാവുള്ളൂ. ചെറിയ രീതിയിൽ പാലായാൽ മുതലാവില്ല. ഇവിടെ ഇദ്ദേഹത്തിന് പശുക്കൾ മാത്രമല്ല ഉള്ളത്, ആടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പശുക്കളെയും ആടുകളെയും നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ പശുത്തൊഴുത്ത്. ഇതാണ് പശു
കിടാവ് അല്ലേ? ഇതിപ്പോ എത്ര നാളായി? ഇപ്പൊ പ്രസവിച്ച് 2.5 മാസമായി. 2.5 മാസമായി. എങ്ങനെയുണ്ട് നമ്മള്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല, അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് നിരന്തരം പശുക്കൾക്ക് കൂടുതൽ പാല് കൂടിയ പശുക്കൾക്ക് അകട് വീക്കം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എനിക്ക് ആരംഭം തോന്നി അപ്പം തന്നെ ഞാൻ ഡോക്ടറെ ഇത് ചെയ്തിട്ട് അപ്പം തന്നെ ഞങ്ങൾ എന്തെങ്കിലും ഡോക്ടർ അപ്പം തന്നെ മരുന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലും, അപ്പം തന്നെ മരുന്ന് തരും. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്യാറുള്ളത്, സ്വന്തം അഭിപ്രായം. പിന്നെ ഞാൻ ശരിക്ക് കുളിപ്പിക്കും. ഈ പ്രസവത്തോടനുബന്ധിച്ചാണ് അങ്ങനെ ഈ കൂടുതൽ വരാറ്. ഈ നീര് വരും, വെള്ളം അടിച്ചു കൊടുത്താൽ തന്നെ ഇത് ചെയ്യും. ഇപ്പൊ പണിതിട്ട് ഒരു 3 മാസമായിട്ടുള്ളത് പണിതിട്ട്. ഞാൻ ഈ ചൂടാവുകൊണ്ടാണ് ഇവിടെ കെട്ടാത്തത്. പശു വരണ്ട ഇനിയിപ്പോൾ മറ്റേ പ്രസവിക്കാറാകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. ഇനി മഴ പിടിക്കുമ്പോൾ അവിടെ കെട്ടാം. ഇപ്പം ഇവിടെ ആകുമ്പോൾ കുറച്ച് തണുപ്പ് കിട്ടും, അതുകൊണ്ടാണ് അവിടെ കെട്ടിയേക്കണത്. പഞ്ചായത്തിൽ നിന്ന് അത് കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പിൻ്റെ സ്കീം അതിൽ കിട്ടിയതാണ്. അവർ പണിത് അവരുടെ പ്ലാനിൽ പണിയുമ്പോൾ നമുക്ക് പശു ഇത്ര നിർത്താൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു എങ്ങനെയാലും 5-6 നിർത്താനുള്ളൊരു നിർത്താം. ആടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഇതിപ്പോ 3ാമത്തെ പ്രസവമാണിത്. അതിന്റെ കുട്ടികളാണത്. 3 കുട്ടികളായിരുന്നു. ഇതിന്റെ തള്ളയും ഉണ്ടായിരുന്നു. തള്ളേനെ വിറ്റു. പാലുള്ളായിരുന്നു, 2 ലിറ്റർ പാലുണ്ടായിരുന്നു. ഞങ്ങള് സ്വന്തം ഉപയോഗിക്കുന്നത്, ആർക്കും കൊടുക്കാറില്ല. മറ്റൊരു വരുമാനം കൂടിയല്ല അതിന്റെ ഒപ്പം പശുവിന്റെ കൂടെ അത് വരുമാനം. അപ്പോൾ ഇക്കടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത് നന്ദി പറയുന്നു. ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് MES കോളേജിൻ്റെ അടുത്ത് മുഹമ്മദ് ഇക്കയുടെ പശു വളർത്തലാണ്. ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.